ഹലോ ഗായ്സ്, വെൽക്കം ടു പെർഫെക്റ്റ് ഫോട്ടോഷോപ്പ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ വർക്ക് ഫ്ലോ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ്. 2 ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ പല വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ, അതായത് പോസ്റ്റേഴ്സോ ബ്രൗഷേഴ്സൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതൊരു സാമ്പിൾ ഇമേജാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ലെയറുകൾ ഇങ്ങനെയുണ്ട്, ഒത്തിരി ലെയറുകളുണ്ട്. ചില പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൗഷേഴ്സൊക്കെ ചെയ്യാൻ നേരത്ത് ഇതിലും കൂടുതൽ ചിലപ്പോൾ 50 ലെയറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് പോയിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ഏത് ലെയറാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ, ചില ടെക്സ്റ്റുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ചില ലെയറുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് ഏതാണെന്നുള്ളത് നമ്മളിങ്ങനെ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ളത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഈ ലെയർ പാനലിൽ തന്നെയുണ്ട്. അതായത് ഈ ലെയർ പാനലിൽ പോവുക, അതിനുശേഷം നമ്മൾ ഇവിടെ 3 വര ഉണ്ടോ, ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെയർ പാനലിൻ്റെ സെറ്റിങ്സ് വരും. അതിൽ പാനൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു വിൻഡോ വരുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കിടക്കുന്ന തമ്പനെയിൽ വ്യൂ ഉണ്ട്. ഇതിൻ്റെ അകത്ത് തമ്പനെയിൽ വ്യൂവിൽ ഇപ്പോൾ സ്മോളാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് മീഡിയം ആക്കാം, ലാർജ് ആക്കാം. ഇപ്പം ഞാൻ ലാർജിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഓക്കെ അടിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ലെയറുകളൊക്കെ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി. എന്നാലും നമുക്ക് വീണ്ടും ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിന് വീണ്ടും അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, പാനൽ ഓപ്ഷൻ വീണ്ടും എടുക്കുക. നമ്മൾ അതിനകത്ത് പോയിട്ട് എൻറ്റയർ ഡോക്യുമെൻ്റ് കിടക്കുന്നുണ്ടോ അത് മാറ്റിയിട്ട് നമ്മൾ ലെയർ ബൗണ്ടുകളാക്കുന്നു, ഓക്കെ അടിക്കുന്നു. ഇപ്പം നമ്മളുടെ ലെയറുകളെല്ലാം ഇതുപോലെ ആ പടങ്ങൾ, ഏത് ലെയറാണോ ആ പടങ്ങൾ നമുക്ക് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ലെങ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലെങ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ റൗണ്ട് ഷേപ്പാണ് സെലക്ട് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഈ ഫോണിൻ്റെ ഷേപ്പ് ആണ് എടുക്കുന്നത്, നമുക്ക് ഈ ഫോണിൻ്റെ ആ സിമ്പിൾ നമുക്കിവിടെ ഈസി ആയിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കങ്ങനെ ഈസി ആയിട്ട് ലെയറുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ വർക്ക് ഫ്ലോ ഒന്നും കൂടി സ്പീഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ സാധിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ എല്ലാവരും ഈ പാനൽ ഓപ്ഷനിൽ ഈ ലെയർ ബൗണ്ടൊക്കെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ടിപ്പ്, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മളൊരു പോസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ ബ്രൗഷർ ചെയ്താൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റർ ആണെങ്കിൽ ഇത് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് പോസ്റ്റാണ്. അപ്പോൾ ഓരോ മീഡിയത്തിലേക്കും നമുക്ക് ഓരോ സൈസിലാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അതിന് സൈസ് ഉണ്ട്, യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനൊരു സൈസ് ഉണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനാണെങ്കിൽ അതിനൊരു സൈസ് ഉണ്ട്. അപ്പോൾ ഓരോ സൈസിലേക്കും നമ്മൾ ഈ പോസ്റ്റർ റീസൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ സൈസാണ്, 180x180 ആസ്പെക്ട് റേഷ്യോ ഉള്ളൊരു സൈസാണ്. ഇപ്പോൾ അതിലേക്കാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്താ ചെയ്യുക, പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ 180p സൈസിൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമ്മളതിലേക്ക് ഈ ഓരോ ലെയറുകൾ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിലേക്ക് നമ്മൾ പോയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകണം. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ FBയിലേക്ക് കവറിലേക്ക് ചെയ്യേണ്ടി വരും, യൂട്യൂബ് തംബ്നെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ അസറ്റുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം ഇതിനിപ്പോൾ 4 ഗ്രൂപ്പുകളാക്കി ലെയറുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും അതിനകത്ത് ഇഷ്ടംപോലെ ലെയറുകളുണ്ട്. ഇപ്പോൾ 4 ഗ്രൂപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയർ ഗ്രൂപ്പ്, ഇത് സോഷ്യൽ മീഡിയയുടെ, ഇത് ടെക്സ്റ്റുകൾ, ഇത് ലോഗോ. അപ്പോൾ നമ്മളിത് ഈ അസറ്റുകൾ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റായിട്ട് ആദ്യം സേവ് ചെയ്യണം. അതിനായിട്ട് ഫോട്ടോഷോപ്പിലുള്ളൊരു ഓപ്ഷനാണ്, ഫയലിൽ പോയിട്ട് ജനറേറ്റിൽ ഇമേജ് അസറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ജനറേറ്റിൽ ഇമേജ് അസറ്റ്സ് ടിക്ക് മാർക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ഞാനിപ്പോൾ ഈ ലെയർ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയറാണ് വേണ്ടത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ പോയിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിന് റീനെയിം ചെയ്തിട്ട് .png എന്നടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ ആ സേവ് ചെയ്ത, നമ്മൾ ഈ പോസ്റ്റർ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിന് തൊട്ടടുത്തായിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം അതൊരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം
സെപ്പറേറ്റ് ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്ക് സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് .png എന്നടിച്ചു കൊടുക്കാം. ഇപ്പോൾ അടുത്ത ഒരു ഡോക്യുമെൻ്റ് അവിടെ വീണ്ടും വന്നിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ലെയറുകൾ. അതുപോലെ തന്നെ ടെക്സ്റ്റ്, അതും നമുക്ക് .png എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലോഗോയും .png എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെയറുകളെല്ലാം ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ പോസ്റ്റർ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 180p പുതിയ പേജ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ പഴയ പോസ്റ്ററിൽ പോയിട്ട് നമ്മൾ ലെയറുകളൊന്നും തപ്പി നടക്കണ്ട. അതിന് പകരം നമുക്ക് ഇപ്പോൾ എല്ലാം ഓരോ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വിൻഡോന്ന് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടിട്ട് നമ്മുടെ പേജിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അലൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇട്ടു. ഇനി നമുക്ക് ടെക്സ്റ്റുകൾ ഇടാം. ടെക്സ്റ്റ് ഇട്ടു. ഇനി ലോഗോ ഇടാം. ലോഗോ ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അതിനൊരു തമ്പനയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ബാനറിന് വേണ്ടിയിട്ട് അതിൻ്റെ കവറിന് വേണ്ടിയിട്ട് ആ ഒരു സൈസിലേക്ക് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ലെയേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഫയലിൽ ജനറേറ്റിൽ ഇമേജ് അസറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തിടുക. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.